ഹലോ. ഞാൻ സ്വാമിജിയാ. എന്താ സ്വാമിജി? MRC കാശ് തരില്ലെന്നുള്ള പിടിവാശിയിലല്ലേ? പക്ഷെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ അയാൾ കാശ് തരും. അതെ, തന്നേക്കും. ഇനി 18 വയസ്സാകാൻ അധികം നാളുകളില്ലല്ലോ. 18? അതെടാ കള്ള റാസ്കൽ MRC. ആശയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലല്ലോ. തന്നെ പിടിച്ച് പുറത്താക്കില്ലേ? ഹലോ, ഞാൻ സ്വാമിജിയാ. നിർത്തോ. നിന്റെ ഒരു സ്വാമിജി. തന്റെ എല്ലാ കളികളും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പേര് മാറ്റിയുള്ള ഫോൺ വിളിയും എല്ലാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബ്ലഡി ഫൂൾ. ആശയ്ക്ക് 18 വയസ്സാകുന്നവരെ ഞങ്ങൾ അവളെ സംരക്ഷിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ട് തന്നെ ചവിട്ടി പുറത്താക്കും. താനൊരു തെരുവുപട്ടിയെ പോലെ തെണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നരകിച്ച് അവസാനം രക്തക്കണ്ണീരിലെ MR രാധയെ പോലെ താൻ കുഷ്ഠം പിടിച്ചു മരിക്കും. ഒരുങ്ങിക്കോ. ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. റാംബോ ചാക്കോച്ചൻ ഹിയർ. ഓഹോ, തന്റെ അസുഖം തീർന്നില്ലേ? എന്തോന്ന് ചാക്കോച്ചാ, അന്ന് ഞാൻ ഇച്ചിരി തമാശ പറഞ്ഞെന്ന് വിചാരിച്ച അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? കളയുന്നേ. കൂടുതൽ ചക്കര വർത്തമാനൊന്നും വേണ്ട, കാര്യം പറ. ഞാനൊരു അല്പം ബിസിയാ. തിരക്കിനിടയിൽ ഒരു അല്പസമയം എനിക്ക് വേണ്ടി കൂടെ മാറ്റി വെക്ക്. നമ്മുടെ ആ പഴയ കാര്യം. ഏത്? ആ പെങ്കൊച്ചിന്റെയോ? ആ ഫയൽ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. ഇനി അത് തുറക്കുന്ന പ്രശ്നമേ ഇല്ല. ചാക്കോച്ചൻ അങ്ങനെ പറയരുത്. ജീവനോടെ വേണമെന്നില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടി ഒന്ന് കൊന്നു തന്നാ മതി. 5 ലക്ഷം ഞാൻ തരാം. ചാക്കോച്ചനാണ് സത്യം. 5 ലക്ഷമല്ല, 5 കോടി തരാമെന്ന് പറഞ്ഞാലും അത് നടക്കില്ല. അവരോട് പൊരുതിയിരിക്കാൻ എന്റെ ഫോഴ്സിനാകില്ല. ഇതൊരു പച്ച പരമാർത്ഥമാണ്. ഒരു പ്രശ്നവുമില്ല. ഏത് സിറ്റി ടൈഗേഴ്സ്? 2 ദരിദ്രവാസി പയ്യന്മാര്. അവരൊന്നും ഒരു പ്രശ്നമല്ല ചാക്കോച്ച. നിങ്ങൾക്കത് പറയാം. ഏതോ അണ്ടർഗ്രൗണ്ട് താവളത്തിലുള്ളവരെ പല വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നിങ്ങളെ എന്നെ വരെ അവർ തട്ടിക്കൊണ്ട് പോയെന്ന് പറയാം. നിങ്ങൾ എന്തോന്നായി പറയുന്നേ? ഏത് അണ്ടർഗ്രൗണ്ടില്? ആ സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിലൂടെ നേരെ വടക്കോട്ട് പോകുമ്പോ വലതുവശത്ത് കാണുന്ന വില്ലിംഗ്ടൺ സ്ട്രീറ്റിലെ ആ ബ്രോയിലർ കോഴി കച്ചവടം ചെയ്യുന്ന വീടിന്റെ മുകളത്തെ നിലയിലാ അവര് താമസം. നിങ്ങൾ വിചാരിച്ച നടക്കും ചാക്കോച്ച. ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ? 5 ലക്ഷം രൂപ ആയുസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. നോ, വിടാൻ പറ്റില്ല. ഒരുത്തരും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഈ ചാക്കോച്ച ശ്രമിക്കാന്ന് പറഞ്ഞത് കേട്ടിരുന്നാലേ അവളുടെ ബർത്ത്ഡേക്ക് ഇനി അധികം ഇല്ല. അന്ന് അവൻ ഫോണിൽ പറഞ്ഞതുപോലെ അവര് പെണ്ണിനെയും കൊണ്ടിങ്ങ് വരും. ഇല്ല, അങ്ങനെ ആരും എന്നെ തോപ്പിക്കില്ല. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനമായാലും എളുപ്പം വേണം. MRC ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നേരിട്ടൊരു കൈ നോക്കാൻ പോവാ.
ഇവൻ ഇത് എവിടെ പോയി? സാറിന്റെ മുടിയേ ഈ തലയില് മുടി ഈശ്വര. ഹലോ, വിഗ് മേക്കർ രവിയല്ലേ? ഇത് MRC. എനിക്ക് വളരെ അടിയന്തരമായിട്ട് 3-4 വിഗ് വേണമായിരുന്നു. പഴയതോ? അതേതോ കള്ളന്മാരെ കൊണ്ടുപോയിടോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ചാക്കോച്ചനെ കൊണ്ട്. ഓ, അയാൾ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ലൂക്കിനെ വരുത്താം. ലൂക്കോ? ആരാവൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനാ. ഇപ്പൊ ബാംഗ്ലൂരിലാ. അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ സ്വന്തം ആളാ. അവിടെ എന്ത് കുഴപ്പം നടന്നാലും അതിന്റെ പിന്നിൽ ലൂക്ക് കാണുമെന്നാ. ഇത്രയും വലിയ പുള്ളി പെട്ടെന്ന് കയറി വിളിച്ചാ വരുവോ? ഞാൻ വിളിക്കാം. എന്നെ കെട്ടണമെന്നും പറഞ്ഞ് കുറെ കാലം നടന്നതാ. വരാതിരിക്കില്ല. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഒന്ന് നോക്കാം. എന്റെ ഭഗവതി, കൊണ്ടുവന്ന രൂപയും തീരാറായല്ലോ. രൂപ ഞങ്ങൾ തമ്പ്രാട്ടിന്റെ അടുത്ത് പോയി വാങ്ങിച്ചോണ്ട് വരാം. അത് നടക്കുന്ന കാര്യമല്ല. കുഞ്ഞുകൂട്ടനില്ലാതെ കുഞ്ഞുലക്ഷ്മിയുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് വെട്ടാൽ അതോടെ ആ സാധുവിന്റെ പ്രാണം പോകും. 30 തികയാൻ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. കൺമുമ്പിൽ കണ്ടിട്ടും നമുക്ക് ആർക്കും അയാളെ ഓടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ. അല്ല തമ്പുരാനെ, നല്ല 2 ഓട്ടക്കാരെ വിളിച്ചാലെന്താ? വലിയമ്പരാനെ, ഏതോ ചില ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുകയാണ്. ഓ, എന്നാപ്പം മഴ പെയ്യും. അതല്ലടോ, കാർമേഘരൂപിയായ ഒരു സത്വം കൊച്ചുതമ്പുരാനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക. കൊച്ചുമ്പറൻ എവിടെയാ ഉള്ളതെന്നൊന്ന് ആദ്യം പറ മണിക്കരെ. പറയാടോ, പറയാം. ഏതോ പക്ഷികളുടെ ലോകത്താ. ആകാശത്തോ? വെറുതെ അല്ല കാർമേഘം ഉരുണ്ടു കൂടുന്നത്. ഓ, ആകാശ പക്ഷികളല്ലടോ. അത് തന്നെ. അല്ലല്ല, ഭൂമിയിലെ ചില പ്രത്യേക പക്ഷികളുമായി സഹവാസത്തിലാണ് തമ്പുരാൻ എന്നാണ് കാണുന്നത്. തമ്പുരാനെ ഉന്നം വെച്ച് ആ കാർമേഘ രൂപി ഒരു കറുത്ത വാഹനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക. I'm Luke. Christopher Luke. ലുക്ക് ഹിയർ മിസ്റ്റർ ലൂക്ക്. പാഴാക്കാൻ ഒരു സെക്കൻഡ് സമയം പോലും ഇല്ല. ആ വീട്ടിൽ വെച്ച് തന്നെ കൊല നടന്നാൽ നമുക്ക് ഗുണം വളരെയാണ്. നമുക്ക് ക്യാഷിന്റെ കാര്യത്തിലേക്ക് കടക്കാം. 1 ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷമോ? ഇനി കാശിന്റെ കാര്യത്തിൽ വർത്താനം പറഞ്ഞ് സമയം കളയണ്ട. അതെ അതെ, ലൂക്ക് പറഞ്ഞ സംഖ്യയ്ക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അവരത്ര ചില്ലറക്കാരൊന്നുമല്ല. നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു രാത്രി അവനായിട്ടൊന്ന് ഏറ്റുമുട്ടി. അന്ന് ഞാൻ അവനെ തട്ടിയേനെ. പിന്നെ 50,000 രൂപ അഡ്വാൻസ് ആയി കിട്ടണം. ഈ ലൂക്കിന്റെ ഒരു കാര്യം, കാശിന്റെ വിഷയത്തില് ലൂക്കിന് ക്യാഷിന്റെ കാര്യത്തിൽ യാതൊരു മയവുമില്ല. അത് ഇവൾക്കറിയാം. അതെന്തെങ്കിലും ആട്ടെ. 9 മണിയോടെ താൻ അവിടെ എത്തുന്നു. കൃത്യം 9:30 സംഭവം നടക്കുന്നു. കൃത്യം 9:30 ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസിന് എന്ത് വിവരം? ആ പയ്യന്മാർ ആ പെണ്ണിനെ കൊന്നു എന്നുള്ളത്. പോലീസ് എത്തുന്നു, അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് തന്നെ ആയിരിക്കും അയാള് പറഞ്ഞ വീട്. ഈശ്വര, എന്റെ അച്ഛൻ. താങ്ക് യു ഡാർലിംഗ്. നമസ്കാരം. ആരാ? വല്ല പിരിവിനോ മറ്റാണെങ്കിൽ ഇവിടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ അല്ല, ഇനി ഈ ഭൂമുഖത്ത് ചുറ്റാനൊരിടമില്ല. ലക്ഷണപ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. മകനോ? അതെ, ആയില്ലഞ്ചേരി കോവിലത്തെ തമ്പുരാനാ. നാട് മുഴുവൻ സ്വന്തം.
ആനയും അമ്പാരിയും പരിചാരകന്മാരും തന്നെ 100 കണക്കിന്. പക്ഷേ ഇദ്ദേഹം ഒന്ന് പുത്രദുഃഖത്താൽ തപിക്കുക. എന്റെ മകൻ എവിടെ? ഒന്ന് വേഗം പറയാ. ഹി ലുക്സ് ലൈക്ക് യു. ഓ, മനസ്സിലായില്ല. അല്ല, നിങ്ങളെ പോലെ ഇരിക്കുന്ന അതെ അതെ അതെ. ഇത്രയും വലിയ തറവാട്ടിലെ കുട്ടിയാണെന്ന് കണ്ടപ്പോ തോന്നിയതേയില്ല. അപ്പോ ആള് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പന്നല്ലേ? നോ പ്രോബ്ലം. ഹി ഈസ് സ്റ്റേയിങ് അപ്സ്റ്റേഴ്സ്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. കം ഓൺ. ഞാൻ പറഞ്ഞില്ലേ, ഒടുവിൽ ദൈവം നമ്മളെ രക്ഷിച്ചു. ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ? ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല. പിന്നെ ജോലിയെല്ലാം ചെയ്യുന്ന ആ കർമ്മൻ വേലക്കാരുണ്ടല്ലോ, കടുക്കനക്കിട്ട് ആ ബ്ലഡി ഇഡിയറ്റ്. നീ ആ എംആർസിന്റെ മകളല്ലേ സിറ്റി ടൈഗേഴ്സ് കൊണ്ടുപോയാ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? കുഞ്ഞുകൂട്ടൻ എവിടെ? കുഞ്ഞുകൂട്ടൻ എവിടെ? അല്ല, ചെറിയ കല്യാണം കഴിച്ചോ? കരുതാക്ക വളയ്ക്കാണോ? സന്ദർഭം നോക്കാതെ വെട്ടിത്തര എഴുന്നള്ളിക്കല്ലേ ചെറിയാവുന്നവരെ. കുഞ്ഞൂട്ടാ, ആരാ നീയെ? തമ്പുരാനെ, കുഞ്ഞുകൂട്ടൻ എവിടെ? തമ്പുരാനെ, കുഞ്ഞൂട്ടാ, കുഞ്ഞുകൂട്ടൻ എവിടെ? കീപ് സൈലൻസ് പ്ലീസ്. മലയാളത്തിൽ പറയൂ, കൊല്ലും ഞാൻ തന്നെ. കുഞ്ഞൂട്ടൻ എവിടെ? എന്തൊക്കെയാ ഈശ്വര ഞാൻ കേൾക്കുന്നത്? ആ മാരാച്ചക്കനായിരുന്നു ഒക്കെ കാരണക്കാരൻ. ഏതാ ഒറ്റിയാൻ? അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ, അവിടെ അയ്യോ, ആശ ആരോ കൊണ്ടുപോകുന്നു. അയ്യോ, MRC ആളുകളായിരിക്കും. അവളെ എങ്ങനെയും രക്ഷിക്കണം. എങ്ങനെ? വാ, വാനെടുക്കാം.